എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പതിവ് രീതികളെ മാറ്റിമറിച്ചിരിക്കുന്ന ഈ കാലത്ത് ഭയന്ന് പിൻവാങ്ങിക്കഴിയാൻ നമുക്കാവില്ല. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറിയ കഥയാണ് മാനവ ചരിത്രം. ഈ കൊറോണ കാലവും നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും. അതും ചരിത്രമാവും. 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാർട്ട് 1 ചാപ്റ്റർ 1 മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ലോക ചരിത്രത്തെ പഠന സൗകര്യാർത്ഥം ചരിത്രകാരന്മാർ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിനവർ മാനദണ്ഡമായി എടുത്തിട്ടുള്ളതോ റോമാ സാമ്രാജ്യത്തെയാണ്. ഏതൊക്കെയാണ് ആ 3 കാലങ്ങൾ അല്ലെങ്കിൽ 3 കാലഘട്ടങ്ങൾ? പുരാതന കാലഘട്ടം, ആൻഷ്യൻ പീരിയഡ്, മധ്യകാലഘട്ടം, മിഡീവൽ പീരിയഡ്, ആധുനിക കാലഘട്ടം, മോഡേൺ പീരിയഡ്. ഇവയാണ് പ്രധാന കാലഘട്ടങ്ങൾ. നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് മധ്യകാലഘട്ടമാണ്, മിഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടം ഡാർക്ക് ഏജ് എന്നും അഥവാ ഇരുണ്ട യുഗമെന്നും വിളിക്കാറുണ്ട്. കാരണം സാംസ്കാരികമായി വലിയ ഉയർച്ചയില്ലാത്ത കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം. മധ്യകാല സമൂഹം ഒരു കാർഷിക സമൂഹമായിരുന്നു. ദേ വേർ അഗ്രേറിയൻ സൊസൈറ്റി. ഫ്യൂഡലിസം ഉദയം ചെയ്യുകയും വികസിക്കുകയും ക്ഷയിക്കുകയും ചെയ്ത കാലഘട്ടം കൂടിയാണിത്. ക്രൈസ്തവ, ഇസ്ലാം മതങ്ങൾ സുസ്ഥിരമായി സ്ഥാപിക്കപ്പെട്ട കാലഘട്ടം കൂടി ആണിത്. ഏതൊക്കെയാണ് മധ്യകാല അധികാര രൂപങ്ങൾ? സെൻറ്റേഴ്സ് ഓഫ് പവർ. 1. പൗരസ്ത്യ റോമാ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ എംപയർ, വിശുദ്ധ റോമാ സാമ്രാജ്യം, ദ ഹോളി റോമൻ എംപയർ, അറേബ്യൻ സാമ്രാജ്യം, ദ അറബ് എംപയർ, ഓട്ടോമൻ സാമ്രാജ്യം, ദ ഓട്ടോമൻ എംപയർ, മംഗോളിയൻ സാമ്രാജ്യം, മാലി സാമ്രാജ്യം, ചൈനയും ജപ്പാനും, മധ്യകാല അമേരിക്ക. ഇവയാണ് പ്രധാന ഈ ചാപ്റ്ററിൽ വരുന്ന മധ്യകാല അധികാര രൂപങ്ങൾ. പുരാതന റോമാ സാമ്രാജ്യം വളരെ വിസ്തൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണത്തിന് ചില അസൗകര്യങ്ങൾ നേരിട്ടു. എന്നാൽ CE 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തി തൻ്റെ ഈ അസൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ രാജ്യത്തെ 2ആയി വിഭജിച്ചു. പൗരസ്ത്യ റോമാ സാമ്രാജ്യമെന്നും പാശ്ചാത്യ റോമാ സാമ്രാജ്യമെന്നും 2ആയിട്ട് വിഭജിച്ചു. പൗരസ്ത്യ റോമാ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ എംപയർ, പാശ്ചാത്യ റോമാ സാമ്രാജ്യം, വെസ്റ്റേൺ റോമൻ എംപയർ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേര്
ബൈസാൻഡിയം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ റോമാ സാമ്രാജ്യം ബൈസാൻഡിയൻ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ന് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളാണ് ഈ പഴയകാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുൾ. എന്നാൽ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമായിരുന്നു. നോക്കൂ, ഭൂപടത്തിലേക്ക് നോക്കൂ. പൗരസ്ത്യ റോമാ സാമ്രാജ്യം പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഏതെല്ലാം പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ഈ ഭൂപടം നോക്കിക്കൊണ്ട് നമുക്ക് കണ്ടെത്താം. ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നു, എവിടൊക്കെയായിരുന്നു പൗരസ്ത്യ റോമാ സാമ്രാജ്യം വ്യാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വെസ്റ്റ് ഏഷ്യ, പശ്ചിമ ഏഷ്യ, സിറിയ, ഏഷ്യ മൈനർ, പാലസ്തീൻ, അതേപോലെ ഇസ്രായേൽ, തുർക്കി, ജോർദാൻ എന്നീ രാജ്യങ്ങളും, അതുപോലെ യൂറോപ്പിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം വ്യാപിച്ചിരുന്നത് സ്പെയിന്, ഇറ്റലി, ഗ്രീസ് എന്നിവിടങ്ങളിലും, ആഫ്രിക്കയിൽ നോർത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, അതുപോലെ അൾജീരിയ എന്നീ രാജ്യങ്ങളിലും പൗരസ്ത്യ റോമാ സാമ്രാജ്യം വ്യാപിച്ചു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. ഇദ്ദേഹം റോമിലുണ്ടായിരുന്ന നിയമങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമ സംഹിത ഉണ്ടാക്കി. ഇതിനു പറയുന്ന പേര് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ജസ്റ്റീനിയൻ നിയമ സംഹിതയ്ക്ക് പറയുന്ന പേര് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യുക്തി, നീതി, ഔദാര്യം എന്നീ അടിസ്ഥാന ആശയങ്ങളിൽ ഊന്നിയായിരുന്നു ഈ നിയമ സംഹിത. It is based on principles of reasoning, justice and generosity. പിന്നീട് ഫ്രഞ്ച് ഭരണാധികാരിയായ നെപ്പോളിയൻ തൻ്റെ നിയമ സംഹിതയ്ക്ക് അടിസ്ഥാന മാനദണ്ഡമായി പരിഗണിച്ചത് ജസ്റ്റീനിയൻ നിയമസംഹിതയാണ്. ഈ നിയമസംഹിതയ്ക്ക് പ്രധാന 3 ഭാഗങ്ങളുണ്ട്. ഒന്നുകൂടി നാം ഒന്ന് ക്രോഡീകരിക്കുകയാണ്. മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി എംപറർ Justinian is the codification of all the existing Roman laws into a code of law. It is known as Corpus Juris Civilis. It is based on the principles of reasoning, justice and generosity. It was the base for the code of law of the French ruler Napoleon. നോക്കൂ, ജസ്റ്റീനിയൻ്റെ പ്രധാന സംഭാവനകൾ. ഇനി ജസ്റ്റീനിയൻ നിയമസംഹിതയുടെ അഥവാ കോർപ്പസ് ജൂറിസ് സിവിൽസിൻ്റെ 3 പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1. ദ കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്
റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. ഡൈജസ്റ്റ്. നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാലോ നിയമങ്ങൾ അഥവാ നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം. ഒന്നുകൂടിയും പറയാം. കോഡ്. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. ഡൈജസ്റ്റോ നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം. ഇൻസ്റ്റിറ്റ്യൂട്ടോ നിയമങ്ങൾ പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം. അതുപോലെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകർന്നു. ഇത്രയും കാര്യങ്ങളാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കോർപ്പസ് ജൂറിസ് സിവിൽസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി പറയാൻ പോകുന്നത് നമ്മൾ പാശ്ചാത്യ റോമാ സാമ്രാജ്യമാണ്. വെസ്റ്റേൺ റോമൻ എംപയർ, വിശുദ്ധ റോമാ സാമ്രാജ്യം. പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു. നാടോടികളായിരുന്നു ഈ ആക്രമണകാരികൾ. അവർ റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു വലിയ ഭാഗം പിടിച്ചെടുത്ത് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. ഈ നാടോടികളിൽ ഒരു പ്രബല വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഈ നാടോടികളിലെ ഒരു പ്രബല വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കരോലിജിയൻ വംശജനായ ഷാലമിൻ. ഷാലമിൻ തൻ്റെ രാജ്യം വിസ്തൃതമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഇദ്ദേഹം കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ ആക്രമണകാരികളായ നാടോടികളിൽ നിന്ന് രക്ഷിച്ചു. എന്താണ്? നമ്മുടെ ചക്രവർത്തി കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ ആക്രമണകാരികളായ നാടോടികളിൽ നിന്ന് രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി പോപ്പ് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായി അവരോധിച്ചു. തൻ്റെ ജീവനെ രക്ഷിച്ച ചക്രവർത്തിയെ പോപ്പ് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപനായി, ചക്രവർത്തിയായി അവരോധിച്ചു. തുടർന്ന് റോമാ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ടാവും. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പാശ്ചാത്യ റോമാ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമായി മാറിയത്?
സന്ദർഭം വിശദീകരിക്കുക. നോക്കൂ, ഭൂപടം നോക്കൂ. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭൂപടമാണ് തന്നിട്ടുള്ളത്. യൂറോപ്പിലെ ഏതെല്ലാം രാജ്യങ്ങൾ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൽ വന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണ് രാജ്യങ്ങൾ നമ്മൾ പറയുന്ന വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൽ വരുന്നത്? നോക്കൂ, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഷാലമീൻ്റെ ഭരണ നേട്ടങ്ങൾ. അതാണ് ഇനി പറയാൻ പോകുന്നത്. സമർത്ഥനും കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. സമർത്ഥനായിരുന്നു, വളരെ കഴിവുള്ള സമർത്ഥനും കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ ഷാലമീൻ. ഇദ്ദേഹം വെസ്റ്റേൺ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. അതിനുവേണ്ടി രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ രാജ്യത്ത് ഒരു കേന്ദ്രീകൃതമായ ഭരണം നടപ്പിലാക്കി. രാജ്യത്ത് ഒരു കേന്ദ്രീകൃതമായ ഭരണം നടപ്പിലാക്കി. അതുപോലെ പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ഈ കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ മിസൈ ഡൊമിനിസി എന്ന ഒരു രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. അതുപോലെ സാധുജനങ്ങൾക്ക് വേണ്ടി റിലീഫ് ഫണ്ട് ആരംഭിച്ചു. ദുരിതാശ്വാസ നിധി ആരംഭിച്ചു. അതുപോലെ രാജ്യത്ത് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതിലൂടെ രാജ്യത്ത് ഒരു വൈജ്ഞാനിക ഉണർവുണ്ടാവുകയും ചെയ്തു. ഈ വൈജ്ഞാനിക ഉണർവിനെയാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഷാലമീൻ തൻ്റെ രാജ്യത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അതിലൂടെ രാജ്യത്തിനകത്ത് ജനങ്ങളിൽ ഒരു വൈജ്ഞാനിക ഉണർവ് ഉണ്ടാവുകയും ചെയ്തു. ഈ വൈജ്ഞാനിക ഉണർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കരോലിഞ്ചിയൻ നവോത്ഥാനം. നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ടോ ഷാലമീൻ്റെ ഭരണ നേട്ടങ്ങൾ? Administrative achievements of Charlemagne. He brought almost all the Western European region under his sway. He introduced centralized administration in his empire. He expanded his empire through political alliance and matrimonial relations. Local administration was entrusted to officers known as counts. He created a secret department named Missae Dominici. Relief funds were created for helping the poor. A network of educational institutions was established. ഇതാണ് ഷാലമീൻ്റെ ഭരണ നേട്ടങ്ങൾ. പക്ഷേ ഷാലമീൻ്റെ മരണത്തോടു കൂടി ഫ്രാങ്കിഷ്
സാമ്രാജ്യം തകർന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. അതിന് നിങ്ങൾ മുന്നിലേക്ക് ഞാനൊരു വർക്ക്ഷീറ്റ് തരികയാണ്. അതിന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വർക്ക്ഷീറ്റ്, ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ നോട്ട് ബുക്കിൽ ഇതിന് ഉത്തരം എഴുതുക. വർക്ക്ഷീറ്റിൽ പ്രധാനമായിട്ടും 4 ക്വസ്റ്റ്യൻസാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കാനുള്ളത്. ഫ്ലോ ചാർട്ട് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും വെവ്വേറെ തന്നിട്ടുണ്ട്. അത് ഇതിന് താഴെയാണുള്ളത്. ഇത് മലയാളം മീഡിയംകാർക്ക്, ഇത് ഇംഗ്ലീഷ് മീഡിയംകാർ. ഇവരത് നോട്ടിലേക്ക് പകർത്തും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.